നമസ്കാരം. ജമ്മു കാശ്മീരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു, 33 പേർക്ക് പരിക്കേറ്റു. 9 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വെടിയേറ്റ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായതോടെ ബസ് മലയിടുക്കിലേക്ക് മറിയുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് റിയാസി ജില്ലയിലെ പോണിക്കടുത്ത് തൈര്യത്ത് ഗ്രാമത്തിൽ വെച്ചാണ് ഭീകരർ വെടിയുതിർത്തത്. ഖത്രയിൽ നിന്ന് ശിവഖോരി ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്നു തീർത്ഥാടകർ. യാത്രികരിൽ പലർക്കും വെടിയേറ്റിട്ടുണ്ട്. പ്രദേശത്ത് പോലീസ് തിരച്ചിൽ നടത്തി. വെടിവയ്പിൽ ഭയന്ന ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ബസ് പൂർണ്ണമായും തകർന്നു. 9 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹങ്ങൾ പരിസരത്ത് ചിതറിക്കിടക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനായി പോലീസും സൈന്യവും അർദ്ധസൈനിക വിഭാഗവും സ്ഥലത്തെത്തി. പ്രദേശവാസികളും രക്ഷാപ്രവർത്തനത്തിനെത്തി. നിരവധി പേരുടെ പരിക്ക് ഗുരുതരമായതിനാൽ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. സ്ഥലത്ത് പോലീസ്, ആർമി, CRPF എന്നിവരുടെ സംയുക്ത ഓപ്പറേഷനാണ് നടക്കുന്നത്. രജൌരി, പൂഞ്ച്, റിയാസി എന്നിവിടങ്ങളിലെ മുകൾ ഭാഗങ്ങളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശിവഖോരി ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഭീകരാക്രമണത്തിൽ രാഹുൽ ഗാന്ധി ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാശ്മീരിലെ യഥാർത്ഥ സുരക്ഷാ സാഹചര്യം വ്യക്തമാക്കുന്നതാണ് ഭീകരാക്രമണമെന്നും ഭീകരവാദത്തിനെതിരെ രാജ്യം ഒന്നിച്ചു നിൽക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങൾക്ക് നേരെയുള്ള ഭീകരാക്രമണത്തിൽ അപലപിക്കുന്നു എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. സമാധാനവും സാധാരണ നിലയും കൊണ്ടുവരുമെന്ന മോദി സർക്കാർ പ്രചാരണങ്ങൾ പൊള്ളയാണെന്നും പ്രധാനമന്ത്രിയും സർക്കാരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭീകരാക്രമണത്തിൽ 10 ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും നിരവധി രാജ്യങ്ങളുടെ തലവന്മാർ നമ്മുടെ രാജ്യത്തുള്ളപ്പോഴാണിത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നുവെന്നും ഖാർഗെ പറഞ്ഞു.